എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം BBA മലയാള സാഹിത്യ പഠനം 2 മൊഡ്യൂൾ 2-ലെ രണ്ടാമത്തെ കഥയാണ് ദുഷ്യന്തൻ മാഷ്. ഇത് എഴുതിയിരിക്കുന്നത് VKN ആണ്. VKNനെ നമുക്ക് പരിചയപ്പെടാം. VKN എന്നറിയപ്പെടുന്ന വടക്കേ കുട്ടാല നാരായണൻകുട്ടി നായർ തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമലയിൽ 1932 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മലബാർ ദേവസ്വം ബോർഡിൽ ഗുമസ്തനായി ജോലി ചെയ്തു. സവിശേഷമായ രചനാശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ടു നിന്ന വ്യക്തിത്വമായിരുന്നു. കവിതയും നാടകവും ഒഴികെ മറ്റെല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും VKN രചന നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ: മന്ദഹാസം, അനന്തരം, അമ്മൂമ്മ കഥ, ആരോഹണം, പിതാമഹൻ, സിൻഡിക്കേറ്റ്, ജനറൽ ചാത്തൻസ്, അധികാരം, തെരഞ്ഞെടുത്ത കഥകൾ, എൻ്റെ പ്രിയപ്പെട്ട കൃതികൾ തുടങ്ങിയവയാണ്. കഥയുടെ ആശയത്തിലേക്ക് കടക്കാം. പുരാണ കഥാ സന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും പുതിയ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുക എന്നത് VKN വളരെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമാണ്. നാട്ടിലെ ദൈവങ്ങളെയും ആചാരങ്ങളെയും ഹാസ്യാത്മകമായി അവതരിപ്പിക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ പതിവ് രീതിയാണ്. ശാകുന്തളം കഥ ഇതുവരെ ആരും പറയാത്ത രീതിയിൽ ഹാസ്യാത്മകമായി സാധാരണ ജീവിതങ്ങളുമായി ഇണക്കി ചേർക്കുകയാണ് ഈ കഥയിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. ആധുനിക കാലത്തിൻ്റെ ഇടപെടൽ യുക്തികളുമായി കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും അദ്ദേഹം ചേർത്തു വയ്ക്കുന്നു. ദുഷ്യന്തനെ ഒരു സ്കൂൾ മാഷിനോട് ഉപമിച്ച് ദുഷ്യന്തൻ മാഷ് എന്നാണ് കഥയിൽ പറയുന്നത്. രാജാവായ വിവരം നാട്ടുകാരെ അറിയിക്കാൻ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നാണ് VKN പറയുന്നത്. കോതമ്പതീനികളായ തൻ്റെ ജനങ്ങളോട് നെല്ലരശി തിന്നാൻ കൽപ്പിക്കുന്ന ദുഷ്യന്തനെ നമുക്ക് കാണാം. സാധാരണ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഇവിടെ ദുഷ്യന്തൻ, ശകുന്തള, വിശ്വാമിത്രൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഇറങ്ങി വരുന്നു. നാടകം പഠിച്ചു കഴിഞ്ഞോ എന്ന ദുഷ്യന്തൻ്റെ ചോദ്യത്തിന് എനിക്ക് സിനിമയാണ് ഇഷ്ടം എന്ന് മറുപടി പറയുന്ന ശകുന്തളയെ VKN ചിത്രീകരിക്കുന്നു. ഇതിഹാസ പുരാണ കഥാപാത്രങ്ങളെ മായാലോകത്തു നിന്നും മനുഷ്യർ താമസിക്കുന്ന ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വികാരങ്ങൾ കൊടുത്ത് അതിലൂടെ ഹാസ്യം സൃഷ്ടിച്ച് സഹൃദയനുമായി പങ്കുവയ്ക്കുന്നു. സമകാലിക സന്ദർഭങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് മനുഷ്യ സ്വഭാവം കൈക്കൊള്ളുന്നു. മഹാഭാരത കഥയിലെ ദുഷ്യന്തൻ മാഷായി മാറുന്നു. കഥാപാത്രങ്ങൾക്ക് മനുഷ്യ സ്വഭാവം കൈവരുന്നു. അലഹബാദ് സർവകലാശാലയിൽ നിന്ന് നാടക രാഷ്ട്രമീമാംസയിൽ 1-ാം റാങ്കിൽ 1-ാം ക്ലാസ്സിൽ മുൻ ബെഞ്ചിലിരുന്ന് പഠിച്ച് ജയിച്ചു ബിരുദമെടുത്തു വന്നതാണ്. നാടക രാഷ്ട്രമീമാംസയിൽ നിന്ന് അറിവുകൾ ലഭിച്ചതുകൊണ്ട് ഹസ്തിനപുരിയുടെ രാജാവായി. അധികാരവും രാഷ്ട്രീയവും ഒരു നാടകമാണെന്നും അധികാരം സ്ഥാപിക്കാൻ നാടകമാടേണ്ടി വരുമെന്നുമുള്ള ബോധം കഥാകൃത്ത് പറയുന്നുണ്ട്. ഹസ്തിനപുരി ഇന്ത്യ തന്നെയാണ്. രാജാവായ ഉടനെ ആദ്യം നടത്തിയ പരിഷ്കാരം ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയതാണ്. അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുന്നത് സമകാലിക സന്ദർഭങ്ങളിലേക്ക് ചേർക്കുന്നത് കാണാം. രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നില്ല. തെറ്റ് ചെയ്തവരെ കൈക്കൂലി വാങ്ങാതെ വെറുതെ വിട്ടു. ജയിലോ പോലീസോ ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് സുപ്രഭാതം കേൾക്കുന്നത് മതനിരപേക്ഷതാ ഗാനം ആയിരുന്നു. നീതിയോ നിയമമോ ഇല്ലാത്ത അവസ്ഥയാണ് രാജ്യത്ത് നിലനിന്നിരുന്നത്. കാലാവസ്ഥയിൽ വ്യതിയാനമില്ലാത്തതുകൊണ്ട് കൃഷി സമൃദ്ധമായി ഉണ്ടായി. മാരാരും മുണ്ടശ്ശേരിയുമൊക്കെ ലേഖന പരമ്പരകൾ എഴുതാറുണ്ട്. സ്ഥിരം വായനക്കാരനായ ദുഷ്യന്തൻ സാഹിത്യം വായിച്ച് ബോറടിച്ചപ്പോൾ പട്ടാളത്തോടൊപ്പം നായാട്ടിനിറങ്ങി. വേട്ടയ്ക്ക് പുറപ്പെടുന്ന രാജാവിൻ്റെ വനയാത്രയും വേട്ടയാടലും പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കുന്നു. ടാങ്കും തോക്കും റോക്കറ്റും പടക്കപ്പലുകളും പരിചമുട്ടും വാളും കുന്തവും രാജാവിൻ്റെ സൈനിക ബലത്തെയും ശക്തിയെയും പ്രകടിപ്പിക്കുന്നു. തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കിയ രാജാവ് അവിടെ നിന്നും രക്ഷപ്പെട്ട് ശകുന്തളയുടെ ആശ്രമത്തിലാണ് എത്തുന്നത്. വനമധ്യത്തിൽ ആശ്രമത്തിലെത്തിയ രാജാവ് ശകുന്തളയുടെ ജന്മകഥ ചോദിച്ചറിയുന്നു. വിശ്വാമിത്ര മഹർഷിയുടെയും മേനകയുടെയും പുത്രിയായ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നു. ദുഷ്യന്തൻ ശകുന്തള കഥയിലേക്ക് തൻ്റെ ഹാസ്യാവതരണ ശൈലി കൊണ്ട് പുതിയ ഒരു സന്ദർഭത്തെ സൃഷ്ടിക്കാൻ VKNന് കഴിഞ്ഞിട്ടുണ്ട്. ശകുന്തളയുടെ കഥ കേട്ടപ്പോൾ അവളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. രാജ്യാവകാശം തൻ്റെ കുട്ടിക്കായിരിക്കണമെന്നുള്ള ഉടമ്പടി വെച്ചുകൊണ്ട് ശകുന്തളയുടെ ആവശ്യപ്രകാരം ഉടമ്പടിയിൽ ദുഷ്യന്തൻ ഒപ്പുവെക്കുന്നു.
അവർ തമ്മിൽ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം നടക്കുന്നു. ഇവിടെ പുരുഷനും സ്ത്രീയും മാത്രം അറിയുന്ന ഒന്നാണ് ഗാന്ധർവ വിവാഹം. ഗർഭിണിയായ ശകുന്തള കുഞ്ഞിന് ജന്മം നൽകുന്നു. അവന് സമസ്തദമനൻ എന്ന് പേരിടുന്നു. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം മകനെ ശകുന്തളയോടൊപ്പം ദുഷ്യന്തൻ്റെ രാജധാനിയിലേക്ക് പുറപ്പെടുന്നു. പക്ഷേ രാജാവ് ശകുന്തളയെ തിരിച്ചറിഞ്ഞില്ല. മെമ്മറി പവർ കുറവാണെന്നും അംനീഷ്യ എന്ന രോഗത്തിൻ്റെ പിടിയിലാണെന്നും പറയുന്നു. പുരാണത്തിലെ കഥാപാത്രങ്ങൾ പെട്ടെന്ന് 21-ാം നൂറ്റാണ്ടിലെത്തിപ്പെട്ട പ്രതീതി ഉണ്ടാകുന്നു. കള്ളസാക്ഷി പറയുന്ന തരത്തിൽ ശകുന്തളയെ ദുഷ്യന്തൻ അപമാനിക്കുന്നു. വർത്തമാനകാലത്തെ കോടതി വ്യവഹാരങ്ങളും രാഷ്ട്രീയ വ്യവഹാരങ്ങളും ഇതിലൂടെ സൂചിപ്പിക്കുന്നു. എന്നാൽ ശകുന്തള തൻ്റെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ ശക്തിയുള്ള തൻ്റെടമുള്ള വർത്തമാനകാലത്തിൻ്റെ സ്ത്രീയായി മാറുന്നു. പുരാണത്തിൽ കാണാത്ത ഹാസ്യവും ചിന്തിപ്പിക്കാൻ ഉതകുന്നതുമായ സംഭാഷണ ശകലങ്ങളിലൂടെ VKN ശകുന്തളയെ ശക്തമായ കഥാപാത്രമാക്കി മാറ്റുന്നു. കഥയുടെ ക്ലൈമാക്സിൽ പുരാണത്തിലെ സൂചനകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥ രൂപം കൊള്ളുന്നിടത്തും അത് ദുഷ്യന്തൻ തന്നെ പറയുമ്പോൾ അവിടെ ഒരു നാടകീയത കാണാം. കാളിദാസ നാടകത്തിൽ കാണാത്ത ഒരു വസ്തുത ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാർ ശകുന്തളയെയും മകനെയും സംശയിക്കാതിരിക്കാൻ രാജാവ് നടത്തിയ നാടകമായിരുന്നു അതെന്ന് പ്രഖ്യാപിക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ശകുന്തളയെയും മകനെയും സന്തോഷത്തോടെ സ്വീകരിച്ച് കാലക്രമത്തിൽ വലിയ തമ്പുരാനാകുമെന്ന് അനുഗ്രഹിക്കുന്നു. കഥയുടെ തുടക്കത്തിൽ നാടക രാഷ്ട്രമീമാംസയിൽ ബിരുദം നേടിയ രാജാവ് നാടകം കളിച്ചാലേ രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ കഴിയൂ എന്നറിയാവുന്ന നാടക രാഷ്ട്രീയക്കാരനാണ് ഈ കഥയിലെ കഥാപാത്രമായ ദുഷ്യന്തൻ. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.